26. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായി, ഷാഡോവായി നാം കാണുന്ന പഴയ നിയമത്തിലെ അതിശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് ഐസക്. ജോസഫും ഐസക്കും, ഇസഹാക്കും ജോസഫും, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ യോസഫും വ്യത്യസ്തമായ തലങ്ങളിൽ, നിലകളിൽ യേശു ക്രിസ്തുവിന് നിഴലായി നിന്നിരുന്ന വ്യക്തിത്വങ്ങളാണ്. Because Isaac and Jesus were only begotten sons. അബ്രഹാമിന്റെ വാഗ്ദത്ത പുത്രനായിരുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട പുത്രനായിരുന്നു ഐസക്. യേശു ക്രിസ്തുവും ദൈവത്തിന്റെ വാഗ്ദത്ത പുത്രനായിരുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട പുത്രനായിരുന്നു. ഇസഹാക്കിന് ഇസഹാക്ക് എന്ന പേരിടണമെന്ന്, ഐസക് എന്ന് പേർ വിളിക്കണമെന്ന് ദൂതൻ സാരയോടും അബ്രഹാമിനോടും അറിയിച്ചു. യേശുവിന് യേശു എന്ന പേർ വിളിക്കണമെന്ന് ദൂതൻ മറിയത്തോട് അറിയിച്ചു. Isaac and Jesus were burnt offering. പിതാവിന് വേണ്ടി യാഗമാകാൻ തയ്യാറായവനാണ് ഇസഹാക്ക്. തൻ്റെ പിതാവിനായി യാഗമായവനാണ് പുത്രനായ യേശു. Isaac and Jesus carried the wood for their sacrifice. ഇസഹാക്കും തൻ്റെ യാഗത്തിനുള്ള മരത്തടിയുടെ കഷ്ണങ്ങൾ, വിറകുകൾ താൻ തന്നെ ചുമന്നു. യേശുവും താൻ യാഗമാകാനുള്ള മരക്കുരിശ് താൻ തന്നെ ചുമന്നു. Isaac and Jesus were in agreement with their fathers. ഇസഹാക്കും തൻ്റെ പിതാവിനോട് ഉടമ്പടി ചെയ്ത അനുസരണമുള്ള പുത്രനായിരുന്നു. യേശുവും തൻ്റെ പിതാവിനോട് ഉടമ്പടി ചെയ്ത അനുസരണമുള്ള പുത്രനായിരുന്നു. ഇസഹാക്കും പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവനായിരുന്നു, യേശുവും പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവനായിരുന്നു. Isaac and Jesus were both born at the appointed time. ദൈവത്തിന്റെ കൃത്യമായ സമയത്തിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്ത ടൈമിൽ, ആ പ്രോമിസ് ടൈമിൽ, കൃത്യമായ ടൈമിൽ, അബ്രഹാമിന്റെ ടൈമിലല്ല, ഇസഹാക്കിന്റെ ടൈമിലല്ല, നമ്മുടെ ടൈമിലല്ല. ഇസഹാക്കും ജനിച്ചത് ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈമിലാണ്. യേശുവും ജനിച്ചത് അപ്പോയിന്റഡ് ടൈമിലാണ്. They were both hated by their own brothers without any cases. കാരണം കൂടാതെ, റീസൺസ് ഇല്ലാതെ പകയ്ക്കപ്പെട്ടവനായിരുന്നു, തഴയപ്പെട്ടവനായിരുന്നു ഇസഹാക്കും. സഹോദരന്മാരാൽ വിശ്വസിക്കപ്പെടാതെ, സഹോദരന്മാരാൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാതെ, കാരണങ്ങളില്ലാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ പോയവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഇസഹാക്കും മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു, പക്ഷെ മരണം കാണാതെ തിരിച്ചു വന്നു. യേശുവും മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു.
ഇസഹാക്കും തന്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് പിതാവിനോട് ചോദിച്ചു, പിതാവേ, വിറകും കത്തിയുമുണ്ട്, യാഗത്തിന്റെ മൃഗം എവിടെയെന്ന് ഇസഹാക്കും തന്റെ പിതാവിനോട് ചോദിച്ചു. തന്റെ മരണത്തിന് മുൻപ് പിതാവിനോട് ക്വസ്റ്റ്യൻ ചെയ്തു, സംസാരിച്ചു. യേശുവും ക്രൂശിൽ കിടന്നിട്ട് പിതാവിനോടൊന്ന് പറഞ്ഞു നോക്കി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസഹാക്ക് മോറിയ മലയിൽ കയറി, യേശു കാൽവറി മലയിൽ കയറി. I can see the lot of symbolic things. Hallelujah. Related to Isaac and Jesus. നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ, അതിനെ തുലനം ചെയ്ത് നോക്കുമ്പോൾ, ഇസഹാക്ക് പല നിലകളിലും യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ. ഉൽപ്പത്തി പുസ്തകത്തിൽ 26:12 ഒരൊറ്റ വാക്ക് ഇസഹാക്ക് ദേശത്ത് വിതച്ചു. The same year the Lord blessed him. ആ വർഷം തന്നെ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുണ്ട്, നല്ല വാക്യം, കൈയടിക്കാൻ തോന്നുന്നു. പക്ഷേ ആ ബ്ലെസ്സിങ്ങിലേക്ക് ഈ മനുഷ്യൻ എത്തുവാൻ, ആ ബ്ലെസ്സിങ് റിസീവ് ചെയ്യുവാൻ ആ മനുഷ്യൻ പോയ ചില വഴികളുണ്ട്. തിരുവെഴുത്തുകളിൽ നിന്ന് കേൾക്കുമ്പോൾ ദൈവശബ്ദമായും പ്രവചന ദൂതുകളായും സൗഖ്യങ്ങളായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഉൽപ്പത്തി 26:1 വാക്യം, ജെനസിസ് ചാപ്റ്റർ 26 വേർഡ് 1. അബ്രഹാമിന്റെ കാലത്ത് മുൻപിലുണ്ടായ അതേ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. അപ്പോൾ അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. ഇസഹാക്ക് ഗെരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. അപ്പോൾ തന്റെ പിതാവായ അബ്രഹാം അനുഭവിച്ച, ഫേസ് ചെയ്ത ഒത്തിരി വിഷയങ്ങൾ അടുത്ത തലമുറയായ, അടുത്ത ജനറേഷനായ ഇസഹാക്കും ഫേസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൻ അനുഭവിച്ചത് പലതും മോൻ അനുഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം മോന്റെ കാലത്തും ഉണ്ടായി. 2, അബ്രഹാമും അന്ന് രാജാവിനോട് പറയേണ്ടി വന്നിരുന്നു, സേറ എന്റെ പെങ്ങളാണെന്ന്. ഇസഹാക്കിന്റെ കാലത്ത് ഇസഹാക്കും അബീമേലെക്കിനോട് പറയേണ്ടി വന്നു, റബേക്ക എന്റെ പെങ്ങളാണെന്ന്. അന്നത്തെ കാലത്തെ രാജാവ് സാറായെയും പിടിച്ചുകൊണ്ട് പോയി, ഇസഹാക്കിന്റെ കാലത്തെ രാജാവ് റബേക്കയും പിടിച്ചുകൊണ്ട് പോയി. അപ്പനും മോനും മറ്റൊരു തരത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട്, സ്വന്തം ഭാര്യയെ നോക്കി ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി അതെന്റെ സിസ്റ്ററാണ്. പക്ഷെ അപ്പനെയും മോനെയും, സാറയും റബേക്കയും, ഇവരുടെ 2 പേരുടെ ഭാര്യമാരെയും ദൈവം ഒരുപോലെ സേവ് ചെയ്തിട്ടുണ്ട്. എന്റെ മെസ്സേജ് ഇതാണ്. ഞാൻ ഈ വാക്യത്തിൽ എന്തുകൊണ്ട് നിന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ സ്പിരിച്വൽ റിലങ്ങളിൽ നിന്നുകൊണ്ടാണ്. എൻ്റെ ബുദ്ധിയിൽ നിന്ന് അല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ അപ്പൻ അനുഭവിച്ച, നിങ്ങളുടെ വല്യപ്പൻ അനുഭവിച്ച, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിച്ച, നിങ്ങളുടെ അപ്പന്മാർ ചെയ്ത പലതിൻ്റെയും ഫലം 3ാമത്തെയും 2ാമത്തെയും ഒക്കെ തലമുറകൾ അനുഭവിക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്.
എൻ്റെ അപ്പൻ അതുണ്ടായിരുന്നു, എൻ്റെ വല്യപ്പൻ അതുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഇപ്പാപ്പന്മാർക്ക് അങ്ങനുണ്ട്, എൻ്റെ അപ്പാപ്പന്മാർക്ക് അങ്ങനുണ്ട്, പക്ഷെ ഇതേ വിഷയം ഞാനും അനുഭവിക്കുന്നു എന്ന് പറയുന്നവർ ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. അത് രോഗമായിട്ടും പ്രശ്നങ്ങളായിട്ടും ശാപങ്ങളായിട്ടും ഒക്കെ നിൽക്കുന്നവരുണ്ട്. അതിനെല്ലാം കർത്താവ് മറുപടി പറയുന്ന പരിശുദ്ധാത്മാവ് മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷാമം കണ്ടുകൊണ്ട്, പ്രതിസന്ധികൾ കണ്ടുകൊണ്ട് ഇസഹാക്ക് ഒരു തീരുമാനമെടുക്കുകയാണ്. പേഴ്സണലായി, വ്യക്തിപരമായ ഒരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ ഗരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമലേക്കിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു തെറ്റായ തീരുമാനമെടുക്കുന്ന ഇസഹാക്കിനു വേണ്ടി, ഒരു റോങ് ഡയറക്ഷനിലേക്ക് പോകുന്ന ഇസഹാക്കിനു വേണ്ടി യഹോവ തന്നെ അവന് പ്രത്യക്ഷമായി. ഇതിനകത്ത് ഞാൻ ഭയങ്കര ഒരു പ്രോട്ടോകോൾ കാണുന്നുണ്ട്. ദൈവത്തിന് അങ്ങനെ ഉണ്ട്. എന്റെ ചോദ്യം, ദൈവം എല്ലായിടത്തും പ്രത്യക്ഷനായിട്ടുണ്ടോ? ദൈവത്തിനൊരു കാര്യം അറിയിക്കാൻ ദൈവമാണോ എല്ലായിടത്തും പ്രത്യക്ഷമായിട്ടുള്ളത്? അതോ മെജോറിറ്റി, ഒത്തിരി ഇടങ്ങളിൽ തൻ്റെ ദൂതനെയായിരുന്നോ ദൈവം അയച്ചത്? തൻ്റെ പുത്രന്റെ ജനനം പോലും അനൗൺസ് ചെയ്യുവാൻ, ഡിക്ലെയർ ചെയ്യുവാൻ, പ്രഖ്യാപിക്കുവാൻ ദൈവം അയച്ചത് തൻ്റെ ദൂതനെയാണ്. പക്ഷെ ഇവിടെ ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരിക്കലും ഒരു ഏഞ്ചലിനെ അല്ല അവിടെ ഇസഹാക്കിന്റെ അടുക്കലേക്ക് അയക്കുന്നത്. യഹോവ തന്നെ ഡയറക്ട്ലി. And the Lord Almighty appeared unto him. Because he is the son of Abraham. Amen. Thank you, Holy Spirit. Thank you, Jesus. He is the son of Abraham. Amen. Hallelujah. Hallelujah. ഇസഹാക്ക് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവനാണ്. Amen. അത് ഇസഹാക്ക് എന്തോ ചെയ്തത് കൊണ്ടല്ല. അത് ഇസഹാക്കിന്റെ അപ്പൻ ദൈവത്തിന്റെ കൂടെ നടന്നവനാണ്. Amen. Jesus. ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. അതുകൊണ്ട് മകൻ ഒരു തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ, ഒരു റോങ് റൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഒരു റോങ് ഡയറക്ഷനിലേക്ക് ഇസഹാക്ക് സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുന്നതിന് അല്പം മുൻപ് യഹോവ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, നീ ഈജിപ്തിലേക്ക്, മിസ്രൈമിലേക്ക് പോകരുത്. ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിലുള്ള സാഹചര്യങ്ങളെ കണ്ട്, അവസ്ഥകൾ കണ്ട്, അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവിക വാഗ്ദത്വങ്ങളെ മറന്ന്, ദൈവിക അരുളപ്പാടുകളെ വിട്ട്, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് നമ്മൾ ഏതെങ്കിലും സ്റ്റെപ്പ് വെക്കാൻ, ചുവട് വെക്കാൻ, എന്തെങ്കിലും നീക്കങ്ങൾക്കായി ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാവ് നിന്നോട് പറയുന്നു, യു നെവർ ഡു ദാറ്റ്. നീ അത് ചെയ്യരുത്. Can you please wait? Yes. You wait for my promise. Yes. Amen. Hallelujah. Hallelujah. You wait for my promise. Amen. I will fulfill it. നിങ്ങളുടെ കാതിൽ കേട്ടതായ ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കാൻ, ദൈവശബ്ദത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകണം. Amen. Thank you, Jesus. Thank you, Jesus. മൂന്നാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. Amen. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും ഞാൻ തരും.
Amen. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും. Amen. Yes. Thank you, Lord Jesus. Thank you, Jesus. ഐസക്, ഇസഹാക്കേ, നിന്റെ മേളിൽ ചില വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആണ്. നിന്റെ അപ്പനായ അബ്രഹാമിനോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ പലതുണ്ട്. അതിൽ പകുതി കാര്യങ്ങളെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളൂ, നിറവേറിയിട്ടുള്ളൂ. പകുതി കാര്യങ്ങൾ ഇനിയും നിറവേറപ്പെടുവാനുണ്ട്. Amen. അത് നിങ്ങളുടെ മേൽ കിടക്കുന്ന ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ആണ്. I completely believe in the generational curse and the generational blessings. Amen. Yes. നിന്നോട് ഞാൻ സത്യം ചെയ്തതിനെ, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ പറഞ്ഞതിനെ ഞാൻ നിവർത്തിക്കും. Amen. ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ ദൈവം തൻ്റെ വചനത്തിലൂടെയോ തൻ്റെ പ്രവാചകന്മാരിലൂടെയോ തൻ്റെ ദാസന്മാരിലൂടെയോ വ്യക്തിപരമായി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ലഭിച്ചതായ ആലോചനകളിലൂടെയോ ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ പെൻഡിങ് ആയി, കാലതാമസത്തോടെ ഇപ്പോഴും പലതും പെൻഡിങ് ആയി നിൽക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു, Yes. അത് കൃത്യമായ സമയത്ത് Yes. Amen. Receive it. Rashatara baba 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 baba. സമയം തെറ്റത്തില്ല. Yes. സമയം തെറ്റത്തില്ല. Amen. അത് വൈകിയാലും Amen. വരും നിശ്ചയം. Amen. Hallelujah. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. Yes. ഏറെ നാൾ കഴിഞ്ഞാലും Yes. അത് വരും നിശ്ചയം. Amen. സമയം തെറ്റുകയില്ല. Amen. നിങ്ങളിൽ പലരും പറയുന്നു സമയം പോകുന്നു, സമയം പോയി, Yes. സമയം കഴിയുന്നു. നോ നോ നോ, ദൈവത്തിന്റെ കടികാരത്തിൽ, ദൈവത്തിന്റെ ക്ലോക്കിൽ Yes. ഒരു സെറ്റ് ടൈം ഉണ്ട്. Rakashatara baba 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 baba. Rikabara baba baba shbele kasiyana baba. Rakasha baba baba na shbele. There's a set time. Yes. Amen. ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. Amen. ബൈബിൾ പറയുന്നു, അതെ ഞാൻ അവളോട് കരുണ കാണിക്കും. Yes. അതിനുള്ള സമയം വന്നിരിക്കുന്നു. Amen. That's a set time. Yes. ഞാൻ എഴുന്നേറ്റ് നിന്നോട് കരുണ കാണിക്കും. Amen. അതെ അതിനുള്ള സമയം വന്നിരിക്കുന്നു. I receive it. Your time has come. I receive it. Hallelujah. I receive it. That is not my time. Yes. That is not your time. Yes. The time is settled Amen. from heaven. Hallelujah. Amen. Right time. Amen. Right time. The right time. Right time. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് Amen. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുകയും. Yes. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും, ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. Amen. The right time of God for the healing, Yes. for the deliverance, Amen. for the miracles, Amen. for the promotions, Yes. for the prosperity, Amen. for the anointing, Amen. for the ministry. Amen. In the name of Jesus. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. Hallelujah. ഇസഹാക്കിനോട് പറയുന്നു, ക്ഷാമം കണ്ടുകൊണ്ടോ Yes. സാഹചര്യം കണ്ടുകൊണ്ടോ Yes. നീ തെറ്റായ തീരുമാനം എടുക്കല്ല. Amen. വാഗ്ദത്തങ്ങളെ മറന്നു പോകരുത്. Amen. നിന്റെ ഡെസ്റ്റിനി ഈജിപ്റ്റ് അല്ല. നിന്റെ ഡെസ്റ്റിനി എപ്പോഴും ഓർക്കണം, ദൈവത്തിന് ചിലരെ വളർത്താൻ, ദൈവത്തിന് ചിലരെ പുലർത്താൻ, ദൈവത്തിന് ചിലരെ നയിക്കാൻ ഒരു ഡെസ്റ്റിനി ഉണ്ട്. Hallelujah.
കൃത്യമായ സ്ഥലം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ, ദൈവത്തിന് നിങ്ങളോട് ഇടപെടാൻ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനി ഉണ്ട് നിങ്ങൾ. പലപ്പോഴും ആ ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്താതിരിക്കാനാണ് പിശാചിന്റെ ശ്രമം. ഓൾറെഡി ഇസഹാക്കിന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തം ഈജിപ്തിനോടുള്ള ബന്ധത്തിലല്ല, മിസ്രൈമിനോടുള്ള ബന്ധത്തിലല്ല. പുള്ളി ഇപ്പൊ പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്രൈമിലേക്ക് പോകാനാ. പക്ഷെ ദൈവം അവന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ മേളിൽ കിടക്കുന്നത് കൊണ്ടും ദൈവം ക്വിക്കായി, എന്റെ ഭാഷയിൽ പറഞ്ഞ വളരെ വേഗത്തിൽ ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നീ ഈജിപ്തിലേക്ക് പോകരുത്. Because Egypt is not your destiny. Egypt is not your destiny. നിന്റെ സ്ഥലം അതല്ല. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇത് ആരായുന്നവരായിരിക്കണം. എല്ലാ കാര്യത്തിലും ദൈവത്തിന് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഉണ്ട്. യാക്കോബിന് ദൈവം പ്രത്യക്ഷമായപ്പോൾ ലൂസ് എന്ന സ്ഥലത്തിന് ബഥേൽ എന്ന പേർ വിളിച്ചിട്ട് യാക്കോബ് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ഈ സ്ഥലം, this place, this place. Yes. Amen. Hallelujah. Hallelujah. ദൈവം നിങ്ങളെ നട്ടെടുത്ത് നിൽക്കാനും, എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ ഡെസ്റ്റിനിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എങ്ങനെ അറിയാം? ദൈവം നിങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൃത്യമായ സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വെരി സിമ്പിൾ. ആർ യു കൺഫ്യൂസ്ഡ്? ഇപ്പൊ നിങ്ങൾ പോകുന്ന സഭ, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടം, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഓഫീസ്, അതാണോ, അവിടം തന്നെയാണോ ദൈവം എന്നെ നിർത്തിയത്? അതാണോ കറക്റ്റ് പ്ലേസ് എന്നെങ്ങനെ അറിയാം? ഫ്രൂട്ട് ഉണ്ടാവും, വളരും. നീ കറക്റ്റ് മണ്ണിലാണ് നിൽക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നത് നിന്റെ ഒരു 10 വർഷം പുറകോട്ടെടുത്ത് ഇന്നത്തെ 10 വർഷം വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. വളർന്നിട്ടുണ്ടോ? മാറ്റം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടോ? പൂത്തിട്ടുണ്ടോ? ഫലം ഉണ്ടായിട്ടുണ്ടോ? ബ്ലെസ്സിങ് ആയിട്ടുണ്ടോ? എഞ്ചിനീയറിന് ഒരിക്കലും ഡോക്ടർ ആകാൻ പറ്റത്തില്ല. ഒരു ഡോക്ടർ ചെയ്യുന്ന പണി ഒരിക്കലും ഒരു ആർക്കിടെക്ട് എഞ്ചിനീയറിന് ചെയ്യാൻ പറ്റത്തില്ല. Are you with me? Yes. Hallelujah. Hallelujah. നിങ്ങളുടെ വിളിയിൽ നിങ്ങൾ നിൽക്കണം. Amen. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ നിൽക്കണം. Amen. അതിന് അത്രയും സീരിയസ്നെസ് ഉള്ളത് കൊണ്ടാണ് ദൂതനെ വിടാതെ ദൈവം തന്നെ ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, പോകരുത്, ആ വഴി എടുക്കരുത്, നീ അത് ചെയ്യരുത്. That is not good for you. That is not blessing for you. Yes. ഇസഹാക്ക് ഈജിപ്തിൽ പോയിരുന്നെങ്കിൽ, ദൈവം പറഞ്ഞതനുസരിക്കാതെ ഇസഹാക്ക് ഈജിപ്തിൽ പോയിരുന്നെങ്കിൽ പുള്ളി ചുവരയിലെ ഒരു ചിത്രമായി മാറിയനെ. പക്ഷേ ഇസഹാക്ക് ഇപ്പൊ ഒരു ചിത്രമല്ല, ഒരു ചരിത്രമാണ്. കൈ കൊടുത്ത് പറ, നീ ഒരു ചിത്രമാകാനുള്ളതല്ല, നീ ഒരു ചരിത്രമാകാനുള്ള ആളാണ്. നീ ഒരു ചിത്രമാകാനുള്ള ആളല്ല, നീ ഒരു ചരിത്രമാകാനുള്ള ആളാണ്. That's why you never change it. Yes. Your destiny. Amen. Yes. Amen. ഇസഹാക്കിനോട് മാത്രമല്ല, Yes. ഈ മീറ്റിംഗിൽ വന്നവരോട് കർത്താവ് പറയുന്നു, നിന്റെ ദേശത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I receive. നിന്റെ ദേശത്തിൽ I receive. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I receive. നിന്റെ ദേശത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I receive. In the name of Jesus. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I receive.
Amen. ആ അനുഗ്രഹം നീ കൊണ്ട് തീരത്തില്ല. അത് തലമുറകളിലേക്ക് I receive it. നിനക്കും നിന്റെ സന്തതികൾക്കും Yes. Yes. ഞാൻ ഈ ദേശം തരും. Amen. I thank you Jesus for all your promise. Amen. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇസഹാക്കിനോട് ദൈവം പറയുന്നു, മോനെ നിന്റെ മേളിൽ ഒത്തിരി വാഗ്ദത്തമുണ്ട്. Amen. നീ സാഹചര്യങ്ങളെ അല്ല വിശ്വസിക്കേണ്ടത്, നിന്റെ പ്രസന്റ് സിറ്റുവേഷനെയോ നിന്റെ പാസ്റ്റിനെയോ അല്ല, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെയോ നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെയോ അല്ല നീ വിശ്വസിക്കേണ്ടതും Amen. നോക്കിക്കാണേണ്ടതും Yes. വിലയിരുത്തേണ്ടതും. Amen. നീ വിശ്വസിക്കേണ്ടത് നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ നിനക്കും നിന്റെ അപ്പനും നിന്റെ പിതാവായ അബ്രഹാമിനും Yes. ഞാൻ നൽകിയ വാഗ്ദത്തങ്ങളെയാണ്, Yes. വാഗ്ദത്തത്തെയാണ്, പ്രോമിസുകളെയാണ്. നിന്നെ ഞാൻ വിളിച്ചപ്പോൾ, നിന്നെ ഞാൻ ശുശ്രൂഷയിലേക്ക് നടത്തിയപ്പോൾ, നിന്നെ ഞാൻ വിളിച്ചു വേർതിരിച്ചപ്പോൾ നിന്റെ കാതുകളിൽ ഞാൻ കേൾപ്പിച്ച ശബ്ദങ്ങളെയാണ്, ഞാൻ നിനക്ക് നൽകിയ വചനങ്ങളെയാണ് നീ വിശ്വസിക്കേണ്ടത്. I break it all the wrong beliefs. Name of Jesus. I break it all the wrong beliefs. The name of Jesus. In the name of Jesus. Yes. എല്ലാ റോങ് ബിലീഫുകളും, Yes. എല്ലാ തെറ്റായ വിശ്വാസ ചിന്തകളും Amen. അകത്തൊന്ന് മാറിപ്പോകട്ടെ. Yes. നമ്മുടെ എഫോർട്ട് ഇട്ട് നമ്മൾ പിടിക്കാൻ പോകുന്നതും ദൈവം തമ്പുരാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൈ തരുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം. Yes. Yes. Amen. Yes. Yes. Amen. ഇതിനകത്ത് ഏത് വേണം എന്നുള്ളത് നീ കർത്താവിന്റെ കരങ്ങളിൽ അത് ഏൽപ്പിച്ച് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്താൽ ദൈവം നിനക്ക് റിലീസ് ചെയ്യുന്നത് Amen. നീ പിടിക്കാൻ പോയ സാധനം ആയിരിക്കത്തില്ല. Yes. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പത്രോസും സബദി മക്കളും കാനായിലെ നഥനയിലും ദിദിമോസ് എന്ന തോമസ് ഇവരെല്ലാം കൂടെ ചേർന്ന് മീൻ പിടിക്കാൻ പോയി. യേശു ഉയർത്തെഴുന്നേറ്റത് അറിയാതെ മീൻ പിടിക്കാൻ പോയി. അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷെ അന്ന് യേശു കർത്താവ് കനലിൽ ചുട്ട അപ്പവും മീനുമൊക്കെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി Amen. ഇവരെ തിബരിയാസ് കടൽക്കരയിൽ കാത്തിരുന്നു. അറിവിത്മേ, നിങ്ങൾ എന്നെ കേൾക്കുന്നു? Yes. Yes. ഇവര് മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ഒന്നും കിട്ടാതെ വലയൊക്കെ എറിഞ്ഞ് ശൂന്യമായ പടകും വലയുമായി കരയ്ക്കെത്താറായപ്പോ യേശു ആ കരയിൽ നിന്നുകൊണ്ട്, അവർക്ക് അറിഞ്ഞുകൂടാ അത് യേശു ആണെന്ന്, ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ, ഹല്ലേലൂയ, Amen. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവര് പറഞ്ഞു ഇല്ല. They answered him, no, nothing. ഇല്ല. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് പറഞ്ഞു അവരോട്, നിങ്ങൾ വല വീശാൻ പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശി 153 ചെറിയ മത്സ്യമല്ല, അവിടെ എഴുതിയിട്ടുണ്ട് വലിയ മത്സ്യം വലയ്ക്കകത്ത് കയറി. 153 വലിയ മത്സ്യം വലയ്ക്കകത്ത് കയറി. വലയ്ക്കകത്ത് 153 വലിയ മത്സ്യം കയറിയാറെ അവർക്ക് വല പൊക്കാൻ പറ്റിയില്ല. ഇവരിത്രയും പേരും കൂടെ പൊക്കാൻ നോക്കിയിട്ടും ഇത് പൊങ്ങണില്ല, അത്ര വെയിറ്റ് ആയിരുന്നു. നെറ്റ് ഫുള്ളാണ്, വല പൊക്കാൻ പറ്റുന്നില്ല. ചിന്തിച്ചതിലപ്പുറമായ ഒരു സംഭവമാണ് നടന്നെന്ന് കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നെറ്റ് ഫുള്ളാണെങ്കിൽ, ഇത് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത് നമ്മൾ ചിന്തിച്ച നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറമാണെങ്കിൽ, യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാന്ന് പറഞ്ഞു.
Hallelujah. അറിവിൻ. ഇത് കപ്പാസിറ്റിക്ക് അപ്പുറമാണെങ്കിൽ, ഇത് ചിന്തകൾക്ക് അപ്പുറമാണെങ്കിൽ, ഹല്ലേലൂയ, Amen. അത് കർത്താവെന്ന് പറഞ്ഞു. പൊക്കാൻ മേലാത്ത നെറ്റ് കണ്ടപ്പോൾ, ഇത് ഞങ്ങളുടെ കപ്പാസിറ്റിക്ക് അപ്പുറമാണെന്ന് മനസ്സിലായപ്പോൾ, യോഹന്നാൻ ഒരു കാരണവശാലും പിടികിട്ടുന്നില്ല അത് യേശുവാണെന്ന്. യേശു അതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷെ യോഹന്നാൻ തന്നെ പറയുകയാണ്, എൻ്റെ പൊന്നു പത്രോസേ, പൊന്നു തോമസേ, ഇത് നെറ്റ് ഫുള്ളാ, ഇത് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത് നമ്മൾ പിടിച്ചാൽ കേറാത്ത സാധനം ഇതിനകത്ത് കേറിയെങ്കിൽ ആ പറഞ്ഞത് കർത്താവ് തന്നെയാണ്. Yes. Amen. Oh, Jesus. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു. Amen. Yes. നെറ്റ് ഫുള്ളാണെങ്കിൽ, Yes. വല പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ, Amen. ഇതെന്റെ കപ്പാസിറ്റിക്ക് അപ്പുറമാണെങ്കിൽ, Yes. ഞാൻ പിടിക്കുന്ന പോലല്ല കർത്താവ് എനിക്ക് വേണ്ടി തന്നാൽ, Yes. Amen. Oh, Shakasia. ഞാൻ തന്നെത്താൻ തുറക്കാൻ ശ്രമിക്കുന്ന വഴിയല്ല ദൈവം എനിക്ക് തുറക്കുന്ന വഴി. Amen. Yes. Name of Jesus. In the name of Jesus. ഇന്നത്തെ മീറ്റിംഗിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്താൽ ചില വാതിലുകൾ തുറക്കപ്പെടണം. ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ മാനുഷികമായ ഒരു വെളിപ്പെടുത്തലല്ല, Yes. Yes. സ്വന്തമായി പിടിക്കാൻ പോയി കിട്ടിയതല്ല, നിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറമായതെന്തോന്ന്, നിന്റെ ചിന്തകൾക്ക് അപ്പുറമായതെന്തോന്ന്, നീ ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തപരമായതെന്തോന്ന് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. നിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടെടുത്ത്, നിന്റെ കഴിവുകൾ പരാജയപ്പെട്ടെടുത്ത്, നിന്റെ ചുവടുകൾ പൊളിഞ്ഞു പോയെടുത്ത് നീ കാണാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിനാൽ ദൂതന്മാരുടെ ഇടപെടലെന്തെന്ന് ദൈവത്താൽ സംഭവിച്ചതാണ്. Amen. ദൈവത്താലേ ഇത് സംഭവിക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാൻ പറഞ്ഞു, നെറ്റ് ഫുള്ളാണെങ്കിൽ, Yes. ഇത് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കർത്താവാന്ന് പറഞ്ഞു. Hallelujah. Amen. Yes. ഉറപ്പാണ്. Yes. ഞാൻ എനിക്ക് വേണ്ടി പിടിക്കാൻ പോകുന്നതും ദൈവം എനിക്ക് വേണ്ടി പിടിച്ചു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. Yes. Amen. ഞാൻ രണ്ടാമത് പറഞ്ഞത് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. Receive it. In the name of Jesus. വാക്യം ഉൽപ്പത്തി 26:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? അങ്ങനെ ഇസഹാക്ക് ഗേരാരിൽ പാർത്തു. ഇസഹാക്ക് പോയില്ല. പറഞ്ഞ ഇസഹാക്ക് പോയില്ല. ഇസഹാക്ക് പോയില്ല. ഹല്ലേലൂയ. Amen. Amen. ആ സ്ഥലത്തെ ജനം ആ. അവന്റെ ഭാര്യയെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എന്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എന്റെ ഭാര്യ എന്ന് പറയുവാൻ അവൻ ശങ്കിച്ചു. ദൈവം പറഞ്ഞതനുസരിച്ചാൽ, ദൈവം പറഞ്ഞത് കേട്ടാൽ, ദൈവം പറയുന്ന വഴി എടുത്താൽ യെസ്, പ്രതീക്ഷിക്കാത്ത പല പ്രതികൂലങ്ങളും ഉണ്ടാവും. Yes. Amen. ഹല്ലേലൂയ. Hallelujah. ജോസഫ് ഒരു സ്വപ്നം കണ്ടു. പക്ഷെ സ്വപ്നം കണ്ടത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. Yes. സ്വപ്നത്തിൽ പൊട്ടക്കിണറുണ്ടായിരുന്നോ? ഇല്ല. ജോസഫ് കണ്ട സ്വപ്നത്തിൽ പൊട്ടക്കിണറുണ്ടായിരുന്നോ? ഇല്ല. പൊത്തീഫറിന്റെ ഭാര്യയുടെ ആക്ഷേപം ഉണ്ടായിരുന്നോ? ഇല്ല. വിവസ്ത്രനായി നിൽക്കുന്നത് ഉണ്ടായിരുന്നോ? ഇല്ല. കാരാഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല. അതെ, സ്വപ്നം കണ്ടതിലെത്താൻ ഈ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു. Amen. ദൈവം പറഞ്ഞ സ്ഥലത്ത് ഇസഹാക്ക് നിന്നു.
പിതാവിനെ അനുസരിച്ച പുത്രൻ പുനരുത്ഥാനത്തിലെത്താൻ, ഉയർത്തെഴുന്നേറ്റ് പോകാൻ കുറെ പ്രോസസ്സിലൂടെ പോയി. പ്രോസസ്സുകളിലൂടെ പോയവർ മാത്രമേ പർപ്പസിൽ എത്തത്തുള്ളൂ. Amen. Yes. Amen. ഇരമ്യാവിനോട് പറയുന്നു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ ചെല്ലുക, എനിക്ക് നിന്നെ കാണിപ്പാനും അറിയിക്കാനും ഉള്ളത് ഞാൻ കാണിച്ചു തരും. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് കുശവന്റെ ശാലയിൽ ചെന്നു. കുശവൻ തന്റെ ചക്രത്തിൽ കളിമണ്ണ് കൊണ്ടൊരു പാത്രം ഉണ്ടാക്കുകയായിരുന്നു. ആ പാത്രം പാതി വഴിയിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി. ഇസ്രായേൽ ഗൃഹമേ, കുശവൻ കളിമണ്ണിനോട് ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്തുകൂടായോ? അത് തീയിലൂടെ പോകണം, Yes. അത് ചൂളയിൽ ഇടണം, Yes. അതിനെ തീക്കകത്തിട്ട് വേവിക്കണം. പ്രോസസ്സിലൂടെ പോയതേ പർപ്പസിലെത്തുകയുള്ളൂ. Amen. Yes. Hallelujah. പ്രോസസ്സുകളിലൂടെ പോകുന്ന പലരും ഇതിനകത്ത് ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. Amen. ഞാൻ അവരെ നോക്കി പ്രവചിക്കുന്നു, നിന്റെ പർപ്പസിൽ, ദൈവിക പദ്ധതികളിൽ പരിശുദ്ധാത്മാവ് നിന്നെ എത്തിക്കുവാൻ വേണ്ടിയാണ്. I receive it. Amen. Yes. ചിന്തിക്കാൻ പോലും കഴിയാത്ത ചില പ്രോസസ്സുകളിലൂടെ പോകുന്ന പ്രിയ സഹോദരങ്ങളോട്, പ്രിയ മക്കളുമാരോട് കർത്താവ് പറഞ്ഞു, പ്രോസസ്സിലൂടെ പോയതിന്റെ മേളിലാണ് പ്രൈസ് ടാഗ് വീഴുന്നത്. Yes. പ്രോസസ്സിലൂടെ പോയതിന്റെ മേളിലാണ് പ്രൈസ്. Amen. നിന്നെ വിലയുള്ള ഒരു പാത്രമാക്കി Yes. ദൈവം മാറ്റും. Amen. I receive it. All the people, Rashatara Baba. everyone in the Bible, Yes. everyone. Yes. ആരാണ് പ്രോസസ്സിലൂടെ പോകാതെ പർപ്പസിലെത്തിയത്? എനിക്ക് എൻ്റെ വിശുദ്ധ തിരുവെഴുത്തിൽ, ഈ ബൈബിളിൽ എനിക്ക് ഒരാളെ കാണിച്ചതാ. ഒരാളെ പ്രോസസ്സിലൂടെ പോകാതെ പർപ്പസിലെത്തിയ ഒരാളെ, ഇൻക്ലൂഡിങ് ജീസസ്. Yes. Amen. ഒരാളെ കാണിച്ചതാ. ഗിദെയോൻ ഉണ്ടോ? ഗിദെയോൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് എന്നാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? പിതാക്കന്മാരുടെ കാലത്ത് വലിയ അത്ഭുതങ്ങളൊക്കെ നടത്തിയ ആളല്ലേ? പിതാക്കന്മാരുടെ കാലത്ത് നിന്റെ പ്രവർത്തികൾ ഈ കാലത്തിൽ എവിടെ? നീ എന്താ ഇപ്പം പ്രവർത്തിക്കാത്തതെന്ന് പോലും ചങ്ക് പൊട്ടി ദൈവത്തോട് ചോദിച്ച ആളാണ് ഗിദെയോൻ. ആ ഗിദെയോനെ നോക്കിയ ദൈവം പറഞ്ഞേ, പരാക്രമശാലിയെ, നീ എഴുന്നേൽക്കാം, നീ ഒരൊറ്റ മനുഷ്യനായി നിന്ന് മിദ്യാന്യരെ തോൽപ്പിക്കും. Yes. Rashatara. ഞാൻ ആരോടോ പ്രവചിക്കുന്നു, Yes. ഈ പ്രോസസ് കൊണ്ട് നീ തീരത്തില്ല. Yes. പ്രോസസ്സുകൾ കൊണ്ട് നീ അവസാനിക്കത്തില്ല. എന്റെ ദൈവം നിന്നെ പർപ്പസിലെത്തിച്ചിരിക്കും. അബ്രഹാമേ, വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടാൻ താങ്കൾക്ക് എന്തെങ്കിലും പ്രോസസ് ഉണ്ടായിരുന്നോ? Hallelujah. അബ്രഹാമേ, നിങ്ങൾ എന്തെങ്കിലും പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടോ? അബ്രഹാം പറയും, പ്രോസസ്സേ ഉള്ളായിരുന്നു. ഇസഹാക്കേ, താങ്കൾ ഇപ്പോൾ ചില പ്രോസസ്സുകളിലൂടെ പോവല്ലേ? 100 മേനിയുടെ കൊയ്ത്തിലെത്താൻ നീ ചില ഫെലിസ്തീനെ നേരിടേണ്ടതായിട്ടുണ്ട്. Amen. Yes. കർത്താവ് പറയുന്നു, നെവർ ഗിവ് അപ്പ്. പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, വിട്ടുകളയരുത്, വിട്ടുകൊടുക്കരുത്. നീ ജയിക്കും, നീ ജയിക്കും, നീ ജയിക്കും. നിന്നെ ദൈവം ജയിപ്പിക്കും. I receive it. ആര് പറഞ്ഞിട്ടാണ് ഇസഹാക്ക് ആ സ്ഥലത്ത് നിന്നത്? ഉറപ്പാണോ? Yes. പിന്നെ എന്താ ഈ പ്രശ്നം? നിങ്ങളെന്നെ കേൾക്കുന്നോ? Yes. ഈ മോശയും ഇസ്രായേൽ ജനവും ഈ ചെങ്കടലിന് മുമ്പിൽപ്പെട്ട ചരിത്രം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇത്രയും വർഷമായിട്ട് ഇവർ ചെങ്കടൽ എന്ന് പറയുന്ന കടലിനെ നേരിടേണ്ടി വന്നിട്ടില്ല. ഇത്രയും ദിവസവും അവർക്ക് പോകാൻ വഴി ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു, കാട ഉണ്ടായിരുന്നു, മന്ന ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നടപ്പോട് നടപ്പ് എന്നൊരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇങ്ങനെ ഇരുന്നപ്പോ ദൈവം തമ്പുരാൻ മോശയ്ക്ക് പ്രത്യക്ഷമായി. ഇത്രയും ദിവസം വഴി പറഞ്ഞു കൊടുക്കാതിരുന്ന ദൈവം അന്ന് റൂട്ട് മാപ്പുമായിട്ട് വന്ന്. എന്നാ പുറപ്പാട് പുസ്തകം വേർഡ് 14 വേർഡ് 1 read it. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോത്ത് സമീപത്തുള്ള പീഹീരോത്തിനരികെ പാളയമിറങ്ങണം. ദൈവം എങ്ങനെ ഇരുന്നപ്പോ മോശയോട് വന്ന് പറഞ്ഞു, ബ്രദറെ നിങ്ങൾ തിരിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം ചില തിരിവുകൾ കൊണ്ടുവരും. ഞാനത് ഭയങ്കരമായി വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ തിരിയണം. നിങ്ങൾ മിഗ്ദോൽ കടലിടുക്കിനും മധ്യേ ബാൽസെഫോന് സമീപത്തുള്ള പീഹാഹിരോത്തിനരികെ പാളയിറങ്ങണം. ദൈവം തിരിയാൻ പറഞ്ഞാൽ അന്നേരെ തിരിയുന്ന ആളാണ് മോശ. മോശ തിരിഞ്ഞാൽ അതെല്ലാം മോശമാര് മനസ്സിലാക്കണം, കൂടെ നിൽക്കുന്നവനെല്ലാം തിരിയും. സ്തോത്രം. ദൈവം പറഞ്ഞ വഴിയെടുത്തു. ദൈവം പറഞ്ഞ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ആയിരുന്നു ചെങ്കടൽ. ദൈവം പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ദൈവം ഒരു കാര്യം ഒരു മനുഷ്യന്റെ, ഇരിക്കുന്ന ആ ബ്രദറിന്റെ, ഈ സിസ്റ്ററിന്റെ, പാസ്റ്ററിന്റെ, എൻ്റെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ആരംഭത്തിൽ തന്നെ ദൈവത്തിന് അവസാനം അറിയാം. കൈയടിക്കല്ലേ, കേൾക്കണേ ആദ്യം ഒന്ന്. ദൈവത്തിന് ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം. ഒരു മനുഷ്യന്റെ ജീവിതം, അവന്റെ ചരിത്രം, അവന്റെ ഫ്യൂച്ചർ ദൈവം സംവിധാനം ചെയ്യുമ്പം, ദൈവം സംവിധാനം ചെയ്ത ഒരു ചരിത്രമാണ്, ഒരു കഥയാണ്, ഒരു ജീവിതമാണ് എൻ്റേത്. നിങ്ങളുടെയോ? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പകുതിക്ക് ഇതെന്തുവാന്ന് പിടികിട്ടുകയില്ല. ഇതിൻ്റെ മധ്യഭാഗത്ത് ഇതെന്നാന്ന് മനസ്സിലാകുകയില്ല. ഇതിൻ്റെ ഏകദേശം പകുതി ഭാഗമൊക്കെ വരുമ്പോഴത്തേന് ഈ ജീവിതം എങ്ങോട്ട് തന്നെ പോവുക കർത്താവേ എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ഇതിന്റെ ക്ലൈമാക്സ് ഞെട്ടിച്ചിരിക്കും. മനസ്സിലായി? ഇനി ഞാൻ ബാക്കി പറയാം. ദൈവം ഇവരോട് പീഹാഹിരോത്തിനരികെ പാളയമിറങ്ങി മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിലൂടെ സഞ്ചരിക്കാൻ പറഞ്ഞ് ഇവരെല്ലാം കൂടെ നടന്നു ചെന്ന് ചെങ്കടലിന്റെ മുമ്പിലെത്തി. മുന്നോട്ടും പോകാൻ മേല, പുറകോട്ടും പോകാൻ മേലാത്ത പരുവത്തിൽ നിൽക്കുന്നു. ഈ സമയത്ത് ദൈവം എന്നാ ചെയ്തെന്നറിയാമോ? ദൈവം ഫറവോന്റെ അടുക്കൽ ചെന്നിട്ട് ഫറവോന് രാത്രി പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, ഫറവോ നീ അറിഞ്ഞോ, നിങ്ങളുടെ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയില്ലേ ഒരു കൂട്ടം, നിന്റെ കണ്ണു വെട്ടിച്ച് അവരെങ്ങും എത്തിയിട്ടില്ല, ചെങ്കടലിന്റെ മുമ്പിൽ പെട്ടുകിടപ്പുണ്ട്. ഇതറിഞ്ഞ ഫറവോ ഇവരെ പിടിക്കാൻ ഇറങ്ങി തിരിച്ചു. ദൈവം സംവിധാനം ചെയ്യുകയാണ്. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്നവനെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? മിസ്രൈമിൽ സെമിത്തേരി ഇല്ലാഞ്ഞാണോ ഞങ്ങളെ കടൽക്കരയിൽ മരിക്കാൻ കൊണ്ടുവന്നത്? എല്ലാവരും തീരാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഫറവോ ഇങ്ങനെ പറയുന്നു, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും. ഫറവോ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇതൊരു വല്ലാത്ത വിഷമം തന്നെയുള്ള കാര്യമാണ്. നമ്മളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടതല്ല നമ്മുടെ പ്രയാസം. നമ്മൾ അകപ്പെട്ട പ്രതിസന്ധി അറിയണ്ടാത്തവൻ അറിഞ്ഞതാണ് നമ്മുടെ പ്രയാസം. അങ്ങനെ പ്രയാസപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഇത് ദൈവം ആരെ അറിയിച്ചു? ഫറവോയെ അറിയിച്ചു. ഫറവോ പിന്തുടരുവാൻ, പിടിക്കുവാൻ ഇറങ്ങി വന്നു. അങ്ങനെ ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നും രണ്ടും പേരല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ്. മുമ്പിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ചെങ്കടൽ കാണാൻ പറ്റുന്നുള്ളൂ. പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് ചെങ്കടൽ കാണാൻ കഴിയുന്നില്ല. ഉറപ്പായിട്ടും പറ്റുകയില്ല. അത്ര ആളുണ്ട്. ഒരു 1,00,000 പേർക്ക് മാത്രമേ ചെങ്കടൽ കാണാൻ പറ്റുന്നുള്ളൂ.
പുറകിൽ ഏറ്റവും പുറകെ നിൽക്കുന്നവന് ചെങ്കടലൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവന് വേറൊരു സീൻ കാണാം. ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കുതിരപ്പടകളുമായി വരുന്ന ഫറവോയെയും സൈന്യത്തെയും കാണാം. പക്ഷെ ഫ്രണ്ടിൽ നിൽക്കുന്നവന് ഇത് കാണാൻ മേല. മുമ്പിൽ ചെങ്കടലാണെന്നും പിറകിൽ ഫറവോന് സൈന്യം ഉണ്ടെന്നും നിമിഷ നേരം കൊണ്ട് എല്ലാവരും അറിഞ്ഞു. എന്നാൽ നിങ്ങൾക്കൊരു രംഗം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ രംഗം നിങ്ങളുടെ മൈൻഡിൽ കിടക്കണം. ഒരു കൂട്ടം ആളുകൾക്ക് ചെങ്കടൽ കാണാം, അവർക്ക് ഫറവോനെ സൈന്യത്തെയും കാണാൻ വയ്യ. ഒരു കൂട്ടം ആളുകൾക്ക് ഫറവോനെ സൈന്യത്തെയും കാണാം, അവർക്ക് ചെങ്കടൽ കാണാൻ വയ്യ. മറ്റൊരു കൂട്ടം ആളുകൾക്ക് ഇതൊന്നും അറിയില്ലേ, ആരാണ്ടൊക്കെ പറയുന്നതേ അറിയുള്ളൂ. പക്ഷേ പുറകിൽ വരുന്ന ഫറവോനെ സൈന്യത്തെയും ഈ നിൽക്കുന്ന ജനത്തെയും മുമ്പിലെ ചെങ്കടലും ഇത് സംവിധാനം ചെയ്തവൻ മുകളിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് കാണുന്നുണ്ട്. വാ തുറന്ന് പറഞ്ഞ എന്റെ ജീവിതത്തെ സംവിധാനം ചെയ്തവൻ മുകളിലിരുന്ന് മുഴുവൻ കാര്യങ്ങളും കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഫറവോൻ വന്നോട്ടെ, ചെങ്കടൽ വന്നോട്ടെ, അപവാദം പറഞ്ഞോട്ടെ, തുറക്കണ്ട വഴി കൃത്യസമയത്ത് ദൈവം തുറന്നിരിക്കും. വിശ്വസിക്കുന്ന തുറക്കണ്ട വഴി കൃത്യസമയത്ത് തുറക്കണ്ടവൻ തുറന്നിരിക്കും. എന്റെ ജീവിതത്തെ സംവിധാനം ചെയ്തവൻ, എന്നോട് വഴിയെടുക്കാൻ പറഞ്ഞവൻ, എന്നെ വിളിച്ചു വേർതിരിച്ചവൻ, എന്നെ പാരമ്പര്യങ്ങളിൽ നിന്ന് വിടുവിച്ചവൻ, എന്നെ ബന്ധനങ്ങൾ പൊട്ടിച്ച് പുറത്തിറക്കിയവൻ. He will open the door for me. He will open the way for me. Hallelujah. Amen. അവൻ തുറന്നിരിക്കും ആ വഴി. Amen. കേൾക്കുന്നോ? Yes. ദൈവം നിൽക്കാൻ പറഞ്ഞ സ്ഥലത്താണ് ഇസഹാക്ക് പ്രതിസന്ധി അനുഭവിച്ചത്. ദൈവം എടുക്കാൻ പറഞ്ഞ റൂട്ടിലാണ് മോശ ചെങ്കടൽ കണ്ടത്. പൗലോസും കൂട്ടരും അറിവിത്മേ. Yes. അഗ്രിപ്പ രാജാവ് ഇവരെ കപ്പലിനകത്ത് കയറ്റി ഇറ്റലിയിലേക്ക്, റോമിലേക്ക് പോകാനായി ഇവരെ ഷിപ്പിനകത്ത് കയറ്റി. ഷിപ്പ് എങ്ങോട്ടാ പോന്നേ? മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വേർഡ് അറിയോ? ഇത്താലിക്ക. ഇത്താലിക്ക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റലി. പീഹാഗിരോത്തിനരികിൽ പാളയിറങ്ങാൻ പറഞ്ഞാൽ പീഹാഗിരോത്തിനരികിൽ പാളയിറങ്ങണം. ഈജിപ്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ ഈജിപ്തിലോട്ട് പോകരുത്. എന്റെ കൊതിയല്ല നടക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതമാ നടക്കേണ്ടത്. പോകരുത്. കപ്പല് ഇറ്റലിയിലേക്ക് പോയതാണ്, ഇത്താലിക്ക് പോയതാണ്. പക്ഷെ കാറ്റടിച്ച് ആദ്യം സമ്മതിക്കാത്ത കാറ്റ്, പിന്നെ പ്രതികൂലത്തിന്റെ കാറ്റ്, മൂന്നാമതടിച്ച കാറ്റിന്റെ പേരെന്നാ? ഈശാനമൂലൻ. ഈ കാറ്റടിച്ച് അവസാനത്തെ പായിയും പറന്നുപോയി ഇറ്റലിയിലേക്ക്, റോമിലേക്ക്, ഇത്താലിക്കയ്ക്ക് ചാർട്ട് ചെയ്ത കപ്പൽ അവസാനം എത്തിയത് എവിടാന്നറിയാവോ? മെലീത്തയിൽ. മെലീത്തയിൽ എത്താൻ കപ്പൽ ഉണ്ടായിരുന്നില്ല. പലകയും പലക കഷ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ വാഗ്ദത്തമുള്ള പകുതി എണ്ണവും പലകയ്ക്കകത്ത് പിടിച്ചാണ് ഈ മറുകരയിൽ എത്തിയത്. ഈശാനമൂലൻ എന്ന കാറ്റും സമ്മതിക്കാത്ത കാറ്റും പ്രതികൂലത്തിന്റെ കാറ്റുമൊക്കെ ഈ കപ്പലിനകത്ത് അടിച്ചത് കൊണ്ടല്ലേ ഈ കപ്പൽ പൊളിഞ്ഞ് അവസാനത്തെ പായിയും പറന്നുപോയി പലക ഖണ്ഡങ്ങളിൽ മേൽ പിടിച്ച് ഇവർ മെലീത്ത എന്ന ദ്വീപിലെത്തിയത്. പൗലോസും കൂട്ടരും മെലീത്ത എന്ന ദ്വീപിൽ എത്തിയത് കൊണ്ടല്ലേ ബർബരന്മാരാൽ നിറയപ്പെട്ട, അവിശ്വാസികളാൽ നിറയപ്പെട്ട ആ ദ്വീപ് 3 ദിവസം കൊണ്ട് കർത്താവിന്റെ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടത്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അണലി കൈ ചുറ്റിയിട്ടും അതിനെ തീക്കകത്ത് കൊടഞ്ഞു കളഞ്ഞ് പാമ്പ് കൊത്തിയാൽ ചാകാത്ത ഉണർവിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് അവരെ നിർത്തിയത്.
ആ കാറ്റ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം റോമിലെ ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടവൻ ഉണർവിന്റെ നടുവിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിക്കുന്നു, നീ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ചില പ്രതികൂലത്തിന്റെ കാറ്റ് അത് നിന്റെ ജീവിതത്തിന്റെ വിടുതലിന് കാരണമാക്കി പരിശുദ്ധാത്മാ തീർക്കുകയാണ്. ഇത് വീണ്ടും ഞാൻ പറയുന്നു, നീ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന, നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതികൂലത്തിന്റെ കാറ്റ് നിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ അടുത്ത ഡൈമെൻഷനായി പരിശുദ്ധാത്മാ മാറ്റുകയാണ്. Are you with me? Yes. Hallelujah. അപ്പോ ഈശാനമൂലനകത്തും ദൈവത്തിനൊരു പദ്ധതി ഇല്ലായിരുന്നോ? Yes. Amen. ഉണ്ടായിരുന്നോ? Yes. മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിൽ പാളയിറങ്ങണം, പീഹാഗിരോത്ത് വഴി പോകണം എന്ന് പറഞ്ഞ വഴിയിലും ദൈവത്തിനൊരു പദ്ധതി ഇല്ലായിരുന്നോ? ഇസഹാക്കിലേക്ക് ഞാൻ വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ട് ഗോലിയാത്ത് വേണോന്നേ? ഇങ്ങനൊരു ഗോലിയാത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകം എന്നാന്ന് തെളിയിക്കപ്പെടൂ. നിങ്ങളുടെ പ്രതികൂലമാണ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങൾ അനുഭവിച്ച വെല്ലുവിളികളാണ് നിങ്ങളുടെ അഭിഷേകത്തെ വർദ്ധിപ്പിച്ചത്. ഇസഹാക്ക് മരണഭീതി നിമിത്തം ഭാര്യ എന്ന് പറയാൻ ശങ്കിച്ചു. 8-ാമത്തെ വാക്യം. അവൻ അവിടെ ഏറെ കാലം പാർത്ത ശേഷം ഫെലിസ്ത്യൻ രാജാവായ അബീമേലെക്ക് കിളിവാതിൽ കൂടി നോക്കി ഇസഹാക്ക് തന്റെ ഭാര്യയെ റിബേക്കയോട് വിനോദിക്കുന്നത് കണ്ടു. അബീമേലെക്ക് ഇസഹാക്കിനെ വിളിച്ചു, അവൾ നിന്റെ ഭാര്യയാകും നിശ്ചയം. പിന്നെ എന്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചതിന് ഇസഹാക്ക് അവനോട്, അവളുടെ നിമിത്തം മരിക്കാതിരിക്കുവാനാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അബീമേലെക്ക്, നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ ശയിക്കുവാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അബീമേലെക്ക്, ഈ പുരുഷനെയോ അവന്റെ ഭാര്യയെ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകും. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത മനുഷ്യൻ പ്രതികൂലത്തിലൂടെ പോയി എങ്കിലും അവന്റെ ഭാര്യയെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. അബീമേലെക്കിന് തന്നെ തോന്നി, ഇത് അവന്റെ പെങ്ങളല്ല, ഇത് അവന്റെ ഭാര്യ തന്നെയാണ്. പുള്ളിക്കങ്ങ് ഫീൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നെക്സ്റ്റ് വേർഡ്, ഈ പുരുഷനെയോ അവന്റെ ഭാര്യയോ തൊടുന്നവൻ മരണശിക്ഷ ഉണ്ടാകും. ഇതാരാ പറഞ്ഞേ? ഇനി അബീമേലെക്കിനെയോ ഭാര്യ റിബേക്കയോ ഈ രാജ്യത്തിലുള്ള, ഈ പട്ടണത്തിലുള്ള ഒരുത്തനും തൊട്ടേക്കരുതെന്ന് പറഞ്ഞ ആരാണ്? ഒരു രാജ്യത്തിലെ രാജാവ്, ഭരണാധികാരി. തമ്പുരാന്റെ വാക്ക് കേട്ട് നിൽക്കുന്നവന് ഒരു റോയൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇത് ഞാൻ ചിലരുടെ മേളിൽ ആ വാക്ക് റിലീസ് ചെയ്യാം. കൃത്യമായ ഡെസ്റ്റിനിയിൽ നിൽക്കുന്നവന് ഒരു റോയൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇരുളിന്റെ ശക്തികൾക്ക് നിന്നെ തൊടുവാൻ കഴിയാത്ത നിലയിൽ ദൈവം പറഞ്ഞ വഴി എടുത്തു നിന്നപ്പോൾ ഇസഹാക്കിന് തന്നെ തോന്നി ഇസഹാക്ക് സേഫ് അല്ലെന്ന്. പിടികിട്ടിയോ? ഇപ്പോ നിങ്ങൾ നോക്കി, ഇസഹാക്ക് സേഫ് ആണോ അല്ലയോ? ഇതിനപ്പുറത്ത് തന്നെ ഒരു രാജ്യം കൊടുക്കേണ്ട, ഒരു രാജാവ് കൊടുക്കേണ്ട വാഗ്ദത്തം ഇനിമേലിൽ ഇസഹാക്കിനെയോ അവന്റെ ഭാര്യയോ തൊടുന്നവനെ തീർത്തു കളയും.
ഞാൻ അവിടെ കാണുന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കല്ല, ഞാൻ അവിടെ കാണുന്നത് ഒരു മന്ത്രിയുടെ വാക്കല്ല. ഇതിനപ്പുറത്തൊരു വാക്ക് ഒരു രാജ്യത്തോടുള്ള ബന്ധത്തിൽ പറയാൻ വേറൊരാളില്ല. ഇതൊരു റോയൽ പ്രൊട്ടക്ഷൻ ആണ്. ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ മേലിലും വാഗ്ദത്തത്തിൽ നിൽക്കുന്ന, ദൈവ വഴിയിൽ നിൽക്കുന്ന, ദൈവഹിതത്തിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് ഇന്നൊരു റോയൽ പ്രൊട്ടക്ഷൻ, ഒരു ഹെവൻലി പ്രൊട്ടക്ഷൻ ദൈവം നിങ്ങളുടെ മേൽ ഇടുകയാണ്. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ബോറ്റോൾ ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. നിങ്ങൾ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. I can see the productivity. Amen. Productivity. Yes. Productivity. Yes. എന്ന് പറഞ്ഞാൽ എല്ലാരും വിതയ്ക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് ഇല്ല. അവർ അധ്വാനത്തിനനുസരിച്ച് റിസൾട്ട് ഇല്ല. എന്നാൽ ആത്മാവ് ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ മേളിൽ ആ ഒരു റിസൾട്ട് യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. സുവിശേഷം വിതയ്ക്കുന്നവർ ആത്മാക്കളെ കൊയ്യട്ടെ. പ്രാർത്ഥന വിതയ്ക്കുന്നവർ അത്ഭുതങ്ങളെ കൊയ്യട്ടെ. സമ്പത്ത് വിതയ്ക്കുന്നവർ അഭിവൃദ്ധി കൊയ്യട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യട്ടെ. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. ഉൽപ്പത്തി 12 എടുത്തേ. ഉൽപ്പത്തി 12-ന്റെ 2-ാം വാക്യം എടുത്തേ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം പറഞ്ഞാണോ? ഇപ്പൊ ഏത് അധ്യായം വായിച്ചേ? 12-ന്റെ 2. അങ്ങനെയാണ്. ഇനി 13-ന്റെ 2 നോക്കിയേ. 13-ന്റെ 2 നോക്കിയേ. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. എന്തെങ്കിലും റിസൾട്ട് വല്ലതും ഉണ്ടോ? ദൈവം അനുഗ്രഹിച്ചാൽ, ദൈവം ഒരുത്തനെ അനുഗ്രഹിച്ചാൽ അത് കാണാൻ പറ്റും. 100% ഞാനത് വിശ്വസിക്കുന്നു. ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ അത് കാണാനുണ്ടാവും. ഒളിച്ചു വെച്ച് അനുഗ്രഹിക്കുന്നവനല്ല ദൈവം, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കുന്നവനാണ് ദൈവം. ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്തോ? പറ. അത് കാണിക്കേ, കാണാൻ പറ്റും. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, കാണാൻ പറ്റി. ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, അത് കാണാനുണ്ടായിരുന്നു. ഒരു പട്ടണത്തിന് തന്നെ പുള്ളിയെ വഹിക്കാൻ മേലായിരുന്നു. ദൈവം നിങ്ങളെ, നിങ്ങളുടെ തലമുറ, ഞാൻ ഉറപ്പായി പറയുന്നത്, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിച്ചിരിക്കും. നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹങ്ങൾ കാണാൻ പറ്റട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അഭിഷേകം പകർന്നെങ്കിൽ, ഒരു ശുശ്രൂഷ തന്നെങ്കിൽ കാണാൻ പറ്റട്ടെ. അത് വെളിപ്പെട്ടു വരട്ടെ. അത് കാണുമ്പോൾ ഫെലിസ്തീന് അസൂയ തോന്നും. ഇസഹാക്കിന്റെ നന്മ കണ്ടപ്പോൾ ഫെലിസ്തീന് അസൂയ തോന്നി. പക്ഷേ അസൂയക്കാരനല്ല എന്റെ വിഷയം, എന്നെ അനുഗ്രഹിച്ച ദൈവമാണ് എന്റെ വിഷയം. മോളെ, മോനെ, നിങ്ങൾ എന്താ ഇത്ര സന്തോഷിക്കുന്നതിന്റെ കാരണം? നിങ്ങൾ എന്താ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം ചോദിച്ചാൽ തല ഉയർത്തി പറയണ, എന്റെ അപ്പ, എന്റെ സ്വർഗത്തിലെ അപ്പ എന്നെ മാനിച്ചെന്ന് പറയണം. 26-14 അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും ദാസിദാസന്മാരും ഉണ്ടായിരുന്നു. ഫെലിസ്തർക്ക് അവനോട് അസൂയ. അതാ കുഴപ്പം. ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ വിളിച്ചു പറയാണ്, നിന്നോട് ആർക്കെല്ലാം അസൂയ ഉണ്ടെന്ന് പറഞ്ഞാലും നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം
നിന്നെ അനുഗ്രഹിച്ചിരിക്കും. Amen. I receive it. ആരൊക്കെയോ നിങ്ങളോട് മത്സരിക്കുന്നു, നിങ്ങളോട് എന്തൊക്കെയോ അസൂയ ഉണ്ടെന്നുള്ള തോന്നലുള്ളവരോട് ഞാൻ പറയുന്നു, ഇവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഒരു അത്ഭുതവും അനുഗ്രഹവും ആക്കി മാറ്റിയിരിക്കും. I receive it. Yes, receive. I receive it. Amen. മക്കളെ, ഞാൻ ഇങ്ങനെ എന്റെ പ്രിയ മക്കളോടെന്നവണ്ണം ഉപദേശിക്കുന്നു, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അസൂയുള്ള ഒരു ഫെലിസ്തീനാകാനല്ല. അസൂയ എവിടൊക്കെ എഴുതിയിട്ടുണ്ടോ അതെല്ലാം ഫെലിസ്ത്യന്റെ ചരിത്രം ഇല്ല. ഫെലിസ്ത്യന്മാർ നശിച്ചുപോയി. എന്നാൽ ഇസഹാക്ക് തലമുറകൾ ഇന്നും അനുഗ്രഹീതരായിരിക്കുന്നു. ദൈവം നിങ്ങളെ വിളിച്ചത് ഫെലിസ്ത്യനാകാനല്ല. ദൈവം നിന്നെ വിളിച്ചത് ഒരു ഫെലിസ്ത്യനായിരിക്കാനല്ല. ദൈവം നിന്നെ വിളിച്ചത് തകരാനല്ല. അടുത്തിരിക്കുന്നവരോട് കൈകൊടുത്ത് പറഞ്ഞ് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കാനാ. പറ, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കാനാ. ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ നോക്കി ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാകട്ടെ, വാഹനമില്ലാത്തവർക്ക് വാഹനം ഉണ്ടാകട്ടെ, നന്മകളില്ലാത്തവർക്ക് നന്മ ഉണ്ടാകട്ടെ, തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ ജനിക്കട്ടെ, നീ നിന്റെ കുടുംബവും നിന്റെ പട്ടണത്തിൽ വാഴട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. കരങ്ങൾ അടിച്ച് സ്വീകരിച്ചവർ ദൈവത്തിന്റെ ഒരു അഭിഷിക്തന്റെ വായിൽ വീണ വാക്കാണ്. 100 പേര് വന്നാൽ 50 പേര് വന്നാൽ അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്ത് നടത്താൻ, പ്രാർത്ഥന നടത്തത്തക്ക രീതിയിലുള്ള നല്ലൊരു ഹോള്, നല്ല ഭവനം നിങ്ങൾക്കുണ്ടാകണം. ഒരിക്കലും നിങ്ങൾ മഴക്കാലത്ത് മഴ നനഞ്ഞ് നടന്നു പോകുന്ന കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നല്ല വാഹനങ്ങൾ ഉണ്ടാകണം. അബ്രഹാമിയ സന്തതി അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തെ അറിഞ്ഞവൻ മാനിക്കപ്പെടണം. ക്രിസ്തീയ സമൂഹത്തെ ഇന്ന് ന്യൂനപക്ഷമെന്ന് വിളിച്ച് എഴുതി തള്ളപ്പെട്ടെങ്കിൽ ഈ സമൂഹം ദേശത്തെ വാഴുന്ന സമൂഹമായി തീരണം. We are the blessed generation. Amen. Blessed generation. Amen. വായ്പ വാങ്ങാൻ ഇടവരുത്തില്ല, കൊടുക്കാൻ സമർത്ഥി തരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അങ്ങനെ സംഭവിക്കണം. നിങ്ങൾ കരയുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നവനല്ല എൻ്റെ ദൈവം. പക്ഷേ കർത്താവിനെ അറിയുന്നവർക്കും അവനെ അനുഗമിക്കുന്നവർക്കും വെല്ലുവിളികളുണ്ട്, ചെങ്കടലുണ്ട്. പക്ഷെ ചെങ്കടൽ അവസാനമല്ല. ആഹാബുമാരും ഇസബേലുമാരും ഉണ്ട്, അത് അവസാനമല്ല. ഓ താങ്ക് യു ജീസസ്. ഈശാനമൂലൻ എന്ന കാറ്റുണ്ട്, അത് അവസാനമല്ല. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കഷ്ടതകളും ഈ പ്രതിസന്ധികളുമെല്ലാം നിന്റെ പ്രമോഷന് കാരണമാക്കി ദൈവം മാറ്റും. നിത്യ തേജസ്സിന്റെ ഘനമോർക്കുമ്പോൾ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ ഞങ്ങൾ സാരമില്ലെന്നുള്ളതാണ്. ഫെലിസ്തീന് അസൂയ തോന്നി. പക്ഷെ ഇസഹാക്ക് വീണ്ടും കിണറുകളെ കുഴിച്ചു. അവൻ എവിടെല്ലാം കിണറുകളെ കുഴിച്ചോ അതെല്ലാം ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. നോക്കി, കിണർ എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രയോജനമുള്ളൊരു കാര്യമല്ലേ. ഇതിനെ മൂടിയിട്ട് ഈ ഫെലിസ്തീൻ എന്ത് സാധിക്കാനാ? പക്ഷെ ഇസഹാക്കിയ തലമുറയോട് എനിക്ക് തരാനുള്ള സന്ദേശം, ഫെലിസ്തീനെ കണ്ട് കിണർ കുഴിക്കുന്നത് ഇസഹാക്ക് നിർത്തിയില്ല. അവൻ വീണ്ടും കുഴിച്ചു, അവൻ വീണ്ടും കുഴിച്ചു, അവൻ കുഴിച്ചുകൊണ്ടേ. 26-16 വാക്യം. അബീമേലെക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോകുക എന്ന് പറഞ്ഞു. ഇസഹാക്കിനോട് പറഞ്ഞു, ദേശം വിട്ടു പൊക്കണമെന്ന്, സ്ഥലം വിട്ടു പൊക്കണമെന്ന് പറഞ്ഞു.
17-18 വാക്യങ്ങൾ. അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു, ആ. ഗേരാർ താഴ്വരയിൽ കൂടാരം അടിച്ചു, അവിടെ പാർത്തു. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. ഇത് സഭയോടുള്ള ദൂതാണ്. പിതാക്കന്മാർ കുഴിച്ച കിണറുകളെ മണ്ണിട്ട് മൂടുക എന്നുള്ളതാണ് അസൂയക്കാരന്റെ, ഫെലിസ്ത്യന്റെ പരിപാടി. പിതാക്കന്മാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ തൊട്ട് ഇങ്ങോട്ടാണ്. പഴയ നിയമ കാലഘട്ടത്തിലെ മോശ തുടങ്ങി ഇങ്ങോട്ടാണ്. അവരെല്ലാം സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾക്ക് വേണ്ടി, ദൈവപ്രവർത്തികൾക്ക് വേണ്ടി നിന്നവരായിരുന്നു. രോഗശാന്തി, ഭൂതങ്ങളെ പുറത്താക്കുക, ബന്ധനങ്ങൾ അഴിക്കുക, ഇതൊക്കെ എൻ്റെ പിതാക്കന്മാർ ചെയ്ത ശുശ്രൂഷകളായിരുന്നു. ഹല്ലേലൂയ. ഇല്ലേ? ഇല്ലേ? നിങ്ങളുടെ പട്ടണത്തിൽ എത്രയോ ഭക്തന്മാർ ജീവിച്ചിരുന്നു. വിഷമേറ്റാൽ പോലും പ്രാർത്ഥിച്ചവർ, പട്ടിണി കിടന്ന് ദൈവത്തെ അറിഞ്ഞവർ, വിശ്വാസത്തിന് വേണ്ടി നിലനിന്നവർ, ദൈവിക രോഗശാന്തിയെ വിശ്വസിച്ചവർ. സുവിശേഷ യോഗവും രോഗശാന്തി ശുശ്രൂഷയുമായിരുന്നു അവരുടെ ബാനർ. ഇന്നെങ്ങും രോഗശാന്തി ശുശ്രൂഷ എന്ന് വെക്കുന്നില്ല. എന്തോ അതിനോടൊക്കെ ഒരു വിരക്തി പോലെയാണ്. പക്ഷേ പിതാക്കന്മാർ അത് ചെയ്തിരുന്നു. അവർ തെരുവിലിറങ്ങി പ്രസംഗിച്ചിരുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ശാപങ്ങളെ അനുഗ്രഹമാക്കുന്നു, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു വേഗം മടങ്ങി വരുന്നു. ഹല്ലേലൂയ. പിതാക്കന്മാർ കുഴിച്ച കിണറുകളെ ഒരു കൂട്ടം ഫെലിസ്ത്യന്മാർ മണ്ണിട്ട് മൂടുമ്പോൾ, ആദിമ കാലഘട്ടങ്ങളിൽ നടന്ന അത്ഭുത പ്രവൃത്തികൾക്ക്, പിതാക്കന്മാരിലൂടെ സംഭവിച്ച അത്ഭുത പ്രവൃത്തികൾക്ക്, പ്രവചനങ്ങൾക്ക്, ഡെലിവറൻസ് മിനിസ്ട്രിക്ക് അതിനെ മണ്ണിട്ട് മൂടാൻ ഒരു തലമുറ നിൽക്കുമ്പോൾ, ഇതിനകത്തുനിന്ന് ഒരു ഇസഹാക്യ തലമുറ എഴുന്നേറ്റ് വരും. വീണ്ടും കുഴിക്കുന്ന, വീണ്ടും കുഴിക്കുന്ന, വീണ്ടും കുഴിക്കുന്ന, വീണ്ടും കുഴിക്കുന്ന, വീണ്ടും കുഴിക്കുന്ന ഒരു ഇസഹാക്യ തലമുറ എഴുന്നേറ്റ് വരണം. ബൈബിൾ പറയുന്നു, അവൻ അവിടുന്ന് മാറിപ്പോയി മറ്റൊരിടത്ത് കുഴിച്ചു. അവിടെ ഫെലിസ്ത്യന് അവനോട് ശണ്ടയിടാൻ കഴിഞ്ഞില്ല. അതിന് രഹബോത്ത് എന്ന പേർ വിളിച്ചു. ദൈവം ഞങ്ങൾക്കൊരു ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞു. ഫെലിസ്ത്യൻ അവിടെ കയറി വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് ദൈവം ഓപ്പൺ ആക്കട്ടെ. നിങ്ങൾക്കായി ഒരു സ്പേസ് ദൈവം ഓപ്പൺ ആക്കട്ടെ. ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. 26, 27, 28, 29, 30 വാക്യങ്ങൾ. ഇസഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എന്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദേശിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതിനവർ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഈ പറഞ്ഞു വിട്ടവർ, കിണർ മൂടിയവർ, നിന്നെ ടൗണിൽ കണ്ടേക്കരുന്ന് പറഞ്ഞവർ, പിന്നത്തേതിൽ ഇസഹാക്കിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ കാണുക. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, നിനക്കും തമ്മിൽ ഒരു സത്യ ബന്ധം ഉണ്ടാകണം. താങ്ക് യു ജീസസ്. 29 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്തു നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ലെന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ. ഒരു സമയത്ത് നിന്നെ പുറകെ നടന്ന് ഉപദ്രവിച്ചവൻ, ഒരു സമയത്ത് പുറകെ നടന്ന് കിണർ മൂടിയവൻ, ഒരു സമയത്ത് പുറകെ നടന്നുള്ള ആക്ഷേപം മുഴുവൻ പറഞ്ഞവൻ, ഒരിക്കൽ നിന്നോട് ഇത് പറയുന്ന ഒരു സമയം വരും. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു. I completely believe that. I completely believe that. ഞാൻ ചോദിക്കുന്നു, ഇസഹാക്കേ, നിന്റെ ജീവിതത്തിൽ 100 മേനിയുടെ കൊയ്ത്തുണ്ടാകാനും
നീ രഹബോത്തിലെത്താനും നിന്നെ എതിർത്ത ഫെലിസ്ത്യന്മാർ നിന്നോട് സഖ്യത ചെയ്ത് നിന്റെ അരികിൽ മടങ്ങി വരാനും ഇതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവം എടുക്കരുത് എന്ന് പറഞ്ഞ വഴി അവൻ എടുത്തില്ല. ദൈവം പോകരുത് എന്ന് പറഞ്ഞെടുത്ത് അവൻ പോയില്ല. അവൻ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തു നിന്നു. അവൻ വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇസഹാക്കേ, നിന്റെ ജീവിതം അനുഗ്രഹീതമായി മാറി. ഇന്ന് ഈ മീറ്റിംഗിൽ വന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പരിശുദ്ധാത്മ അറിയിക്കുന്നു, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയും ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടിയും വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിക്കാൻ ലജ്ജിച്ചു പോകത്തില്ല. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി, ആധരങ്ങളെ ഒന്ന് തുറന്ന് ചില മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓ, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീർ വഴി പാപതുകത്തിൽ തോൽവിയേറ്റനാ, ഇസഹാക്ക് തോൽക്കുന്നത് പോലെ അവൻ തോറ്റുപോകുമെന്ന് തോന്നി. പക്ഷെ അവൻ വാഗ്ദത്തത്തിന് വേണ്ടി ഉറച്ചു നിന്നു. അവൻ വീണ്ടും കിണറുകളെ കുഴിച്ചു. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ എനിക്ക് ലഭിക്കുന്ന ഒരു ബോധ്യം ഞാൻ ചിലരോട് പറയുകയാണ്. ചിലരുടെ അസൂയകൾ നിമിത്തം നിങ്ങളെ ഒറ്റപ്പെടുത്തി. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, അസൂയയാണ്. നിങ്ങളെ അകറ്റി നിർത്തി, നിങ്ങളെ ഒതുക്കാൻ നോക്കി. പക്ഷെ കർത്താവ് നിന്നോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്, യാക്കോബേ, നീ ഇസ്രായേലായി തീരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഒതുക്കാൻ ഒരു ശക്തികൾക്കും കഴിയില്ല. ഇസഹാക്കേ, 100 മേനിയുടെ കൊയ്ത്ത് ദൈവം നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രഹബോത്ത് ദൈവം നിനക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല. ഞാനൊരു ഫെലിസ്തീനായി തീരാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഞാനൊരു അസൂയക്കാരനുമാകാനല്ല ദൈവം എന്നെ വിളിച്ചത്. സാഹചര്യങ്ങളെ നോക്കാതെ വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്ന്
ഇതെന്റെ സമയമാണെന്ന് മനസ്സിലാക്കി, ഇതെന്റെ സമയമാണെന്ന് തിരിച്ചറിഞ്ഞ് കിണറുകളെ കുഴിക്കാൻ, ആത്മാവിൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ ഒരു കൂട്ടത്തെ ദൈവത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവം പറയുന്നത്, നീ പുറകോട്ട് പോകരുത്, നീ പുറകോട്ട് പോകരുത്. നിന്റെ സമയം വന്നിരിക്കുകയാണ്. ഓ, വാഗ്ദത്തത്തിൻ സമയമാണ്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞ റൂട്ട് എടുക്കാൻ, ദൈവം പറയുന്ന വഴിയിൽ നിൽക്കാൻ, ദൈവം നട്ടെടുത്ത് ആ ഡെസ്റ്റിനിയിൽ നിൽക്കാൻ നീ എപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നു? നിനക്ക് ഒത്തിരി ചലഞ്ചുകൾ വരും, നിനക്ക് ചുറ്റും പലതും എഴുന്നേറ്റ് വരും. പക്ഷെ അവിടെല്ലാം അവരല്ല ജയിക്കുന്ന, നീയേ ജയിക്കത്തുള്ളൂ. നിന്നെ ജയിപ്പിക്കാൻ ദൈവം കൂടെ നിൽക്കുന്നത് നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഒറ്റയ്ക്ക് ജയിക്കുവല്ല, കർത്താവ് നിന്നെ ജയിപ്പിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ.